മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാതിയാണ് ഓർക്കേണ്ട പലരും മറന്നുപോകുക എന്നുള്ളത്. നമ്മളിൽ പലരും പറയാറുണ്ട്, ചില വ്യക്തികളുടെ പേരെടുത്ത് പറയും, അവരൊക്കെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു പോയി. മനുഷ്യരോർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്നേഹിത, മനുഷ്യരോർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം ഓർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ ഒരു കാലത്തും മറന്നു കളയാത്ത ദൈവമാണെന്നുള്ളതാണ് ദൈവത്തെ വിളിക്കുന്നൊരു ദൈവപൈതന്റെ ഉറപ്പും ധൈര്യവും. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇവിടെ പ്രവാചകൻ പരിശുദ്ധാത്മ നിയോഗിതനായി ചോദിക്കുകയാണ്, ഒരമ്മ തന്റെ കുഞ്ഞിനെ നീണ്ട മാസങ്ങൾ ഉദരത്തിൽ വഹിച്ച് വളരെ വേദനയോടെ ആ അമ്മ കുഞ്ഞിനെ പ്രസവിച്ചു. ആ അമ്മ തന്റെ പൊന്നോമന കുഞ്ഞിനെ മറക്കുമോ? മറക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ആ അമ്മ തന്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ഒരു കാലത്തും നിന്നെ ദൈവം മറക്കത്തില്ല. ഇബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് പഠിക്കാൻ കഴിയണം. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും എൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ടോ? അപ്പൊ ആരെല്ലാം മറന്നാലും ദൈവം നമ്മെ മറക്കത്തില്ല. നാം ദൈവത്തിന് വേണ്ടി ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ സമയങ്ങളൊന്ന് മാറ്റിവെച്ചാൽ അതും ഒരു കാലത്തും ദൈവം മറക്കത്തില്ല. നമ്മളെ ഇന്ന് പഠിക്കണം, ആരെല്ലാം മറന്നാലും മറക്കാതെ, നിനക്കൊരു കുറവും വരാതെ നിന്നെ ഓർത്തോർത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് പറയാം, കർത്താവേ, ആര് മറന്നാലും അങ്ങ് മറക്കാത്തവനായി ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട്. സ്നേഹിത, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ മറന്നിട്ടില്ല, നിന്നെ ദൈവം നടത്തും എന്നുള്ള നിനക്ക് വിശ്വസിക്കത്തക്ക ചില അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കും. നമുക്ക് പറയാം, ആര് മറന്നാലും എനിക്ക് ഭയമില്ല, മറക്കാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഓർക്കേണ്ടവരെല്ലാം ഞങ്ങളെ മറന്നുപോയപ്പോൾ, കൈപിടിച്ചുയർത്തേണ്ടവരെല്ലാം ഞങ്ങളെ മറന്നുപോയപ്പോൾ, ഹല്ലേലൂയ, അവരെല്ലാം തള്ളിക്കളഞ്ഞപ്പോഴും മറക്കാത്തവനായി ഞങ്ങളുടെ കൂടെ ഉള്ള ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആരെല്ലാം മറന്നാലും എൻ്റെ കർത്താവ് നിന്നെ മറക്കുകയില്ല. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.